കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ദൈവം നൽകിയ ചില ദൈവാനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മൾ ഈ സമയങ്ങൾ വായിച്ച് കേട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോമിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ശുശ്രൂഷകനായ ജിനോബി ജോസ് ആണ്. ജിനോബി ജോസിനോട് ചേർന്നുകൊണ്ട് നമ്മൾ തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഈ രാത്രിയിൽ ഒരുപാട് പ്രാർത്ഥനകളോടും പ്രതീക്ഷകളോടും കൂടിയാണ് നാം ഓരോരുത്തരും ഈ ആരാധനയിലായിരിക്കുക. ദൈവമായ കർത്താവ് സ്വർഗം ചായ്ച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ഒരു മണിക്കൂറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയരെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമുണ്ട്. സാമ്പത്തിക കടഭാരത്തിലൂടെ ഒരു ആഴിയുടെ അഗാധത്തിൽപ്പെട്ട അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിരന്തരമായ രോഗപീഠകൾക്ക് അടിപ്പെട്ട് ഒരു തീജ്വാലയിൽ പെട്ടത് എന്നതുപോലെ ആയിരിക്കാം നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. പ്രിയരെ, വചനം ഈ രാത്രിയിൽ നമ്മോട് പറയുന്നു. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 2-ാം തിരുവചനം. സമുദ്രത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ ഒരിക്കലും മുക്കിക്കളയുകയില്ല. അഗ്നിയുടെ നടുവിലൂടെ നീ കടന്നുപോയാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. പ്രിയരെ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ കരം പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ ആയിരിക്കുന്നത്. അഗ്നിയുടെ മധ്യത്തിലൂടെ കടന്നുപോയാലും നിന്നെ പൊള്ളലേൽക്കാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ ആയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയായുടെ പ്രവചനം 31-ാം അധ്യായം 9-ാം തിരുവചനം. വചനം ഇപ്രകാരം പറയുന്നു: കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. അതേ പ്രിയ ദൈവജനമേ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നുണ്ടാവാം, ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. എത്രയോ നാളുകളായി ഞാൻ ഈ ആവശ്യം എൻ്റെ ദൈവത്തോട് പറയുന്നു, എൻ്റെ ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. പ്രിയരെ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ഓർക്കുക, വചനം നമ്മോട് അടിവരയിട്ട് പറയുന്നു, കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം 5-ാം തിരുവചനം. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യുവാൻ പോകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം പോലും കൈവിട്ടു എന്ന് കരുതുന്ന നിമിഷങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ ഇത് അസാധ്യമാണ് എന്ന് നീ കരുതുന്ന നിമിഷങ്ങളിൽ ഓർക്കുക, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ ദൈവം ഇതാ ചെയ്യുവാൻ പോകുന്നു. നമുക്ക് ആ ദൈവത്തെ ആരാധിക്കുവാനായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിയ നിന്റെ ഇരു കരങ്ങളിലുമായി നിന്റെ എല്ലാ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും നിയോഗങ്ങളെയും എടുത്തുയർത്തുക. ഒരുപക്ഷെ രോഗപീഠകളായിരിക്കാം, ജോലി കിട്ടാത്തതിന്റെ നൊമ്പരങ്ങളായിരിക്കാം, ഇന്റർവ്യൂ പാസ്സാകണമേ എന്ന പ്രാർത്ഥനയായിരിക്കാം, എക്സാമിൽ വിജയിക്കണമേ എന്ന പ്രാർത്ഥനകളായിരിക്കാം, കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടി ആയിരിക്കാം, ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം, സ്ഥലത്തിന്റെ വിൽപ്പന നൽകുന്നതിന് വേണ്ടി ആയിരിക്കാം. പ്രിയരെ, ഈ രാത്രിയിൽ നിന്നെ അറിയുന്നൊരു ദൈവം ഇതാ നിന്റെ മുൻപിൽ വന്നു നിൽക്കുന്നു. ആ ദൈവത്തിന്റെ പക്കലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്നത്. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിനെ ഒന്ന് വിളിച്ച് ആരാധിക്കാമോ? എന്റെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? നിന്റെ മക്കളുടെ ഭാവി അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നിന്റെ കുടുംബത്തെ കുറിച്ച് അവന് വിചാരമുണ്ട്. നിന്റെ ജോലിയെ കുറിച്ച് അവന് വിചാരമുണ്ട്. നിന്നെ കുറിച്ച് കരുതലുള്ളൊരു ദൈവത്തിന്റെ പക്കലാണ് ഇപ്പോൾ ഈ രാത്രിയിൽ നീ ആയിരിക്കുന്നത്. അവന്റെ മുൻപിലാണ് നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വിശ്വാസത്തോടെ ഇരു കരങ്ങളും ഉയർത്തി മനമുയർത്തി അവനെ ഒന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിടുതലുകൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ താളത്തിലടിച്ച് തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. ഈ രാത്രിയിൽ കഴിഞ്ഞ അനേക നൈറ്റ് വിജിലുകളിലൂടെ ദൈവം അനേകരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ നിരവധിയായ അത്ഭുതങ്ങളുണ്ട്. അവയിൽ ഏതാനും സാക്ഷ്യങ്ങളാണ് ഈ നിമിഷം ദൈവനാമ മഹത്വത്തിനായി ഇവിടെ പങ്കുവെക്കുന്നത്. നമുക്കിരിക്കാം. പാലക്കാട് നിന്നും ലിസമ്മ എഴുതുന്നു, എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. 2018 മാർച്ച് 2-ാം തീയതി ശാലോം TV-യിൽ സംപ്രേഷണം ചെയ്തിരുന്ന ജാഗരണ പ്രാർത്ഥനയ്ക്ക് ഞാൻ ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. മാർച്ച് 5-ാം തീയതി എൻ്റെ മകൻ ജസിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് പാസ്സാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രാർത്ഥനാ സഹായം ചോദിച്ചത്. ജാഗരണ പ്രാർത്ഥനയിൽ ഞാനും അവനും മുഴുവൻ സമയവും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രിയരെ, അത്ഭുതമെന്ന് പറയട്ടെ, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ ഇൻ്റർവ്യൂ പാസ്സായി. 25 പേർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവൻ മാത്രമാണ് പാസ്സായത്. 12-ാം തീയതി അവൻ ഒരു IT കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. കർത്താവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി. പ്രിയരെ, ഓർക്കുക, ഒരു ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ടി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേട്ട് നല്ല ഒരു IT കമ്പനിയിൽ ജോലി നൽകി ആ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തോടൊപ്പം അവരോടൊപ്പം നമുക്കും ആ ദൈവത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ,
കണ്ണൂർ ജില്ലയിലെ മണിക്കടവിൽ നിന്നാണ് ഇതെഴുതുന്നത്. എൻ്റെ പേര് ശോശാമ്മ ജെയിംസ്. എൻ്റെ മകൾ മഞ്ജു അബുദാബിയിൽ ജോലി ചെയ്യുന്നു. അവളുടെ മകൻ സിയാൻ 4 വയസ്സായി. ഇതുവരെയും സംസാരിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ സാധിക്കുമ്പോഴെല്ലാം നൈറ്റ് വിജിൽ പ്രോഗ്രാം TV-യിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കും. 2017 ഒക്ടോബർ മാസത്തെ നൈറ്റ് വിജിലിൽ ആരാധനാ മധ്യേ അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: 20 കുട്ടികളുടെ സംസാര തടസ്സം കർത്താവ് മാറ്റുന്നുവെന്ന്. അതിലൊന്ന് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെയായാൽ നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ച നേർന്നു. പ്രിയരെ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ആ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവൻ പറയാൻ തുടങ്ങി. ഇപ്പോൾ സാമാന്യം നല്ല രീതിയിൽ സംസാരിക്കുന്നു. മാത്രമല്ല LKG-യിൽ അഡ്മിഷൻ കിട്ടി ക്ലാസ്സിൽ പോകുവാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയരെ, ഓർക്കുക, 4 വയസ്സായി സംസാരിക്കാൻ കഴിയാതിരുന്നൊരു കുഞ്ഞിനെ ദൈവം തൻ്റെ അത്ഭുതകരമായ കരം നീട്ടി അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയ ഈ അത്ഭുത സാക്ഷ്യം ആ കുടുംബത്തോട് ചേർന്ന് നല്ല ദൈവത്തെ കരങ്ങളടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ, അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഈ കത്തെഴുതിയിരിക്കുന്നത് ആലുവായിൽ നിന്നും മിലൻ എന്ന സഹോദരനാണ്. 7 വയസ്സുള്ള എൻ്റെ മകൾക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷന് ശേഷം 4 മാസത്തോളം ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും സ്ഥിരം ഛർദിയുമായി വളരെയധികം വിഷമിച്ചു. വീണ്ടും 2 ഓപ്പറേഷനുകൾ കൂടി 2 മാസത്തിനുള്ളിൽ ചെയ്യേണ്ടി വന്നു. 2017 ഡിസംബറിലായിരുന്നു 3ാമത്തെ ഓപ്പറേഷൻ. അതിനുശേഷം 2018 മാർച്ചോടെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് വയറുവേദന പറഞ്ഞപ്പോൾ ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു. ഏപ്രിൽ മാസത്തിലെ നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് ഞങ്ങൾ കുടുംബസമേതം ഇടയ്ക്കിടയ്ക്കുള്ള ഈ വയറുവേദന മാറുവാനായി പ്രാർത്ഥിക്കുകയും അത് സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. ഇപ്പോൾ കുഞ്ഞ് വയറുവേദനയെക്കുറിച്ച് പറയാറില്ല. കർത്താവ് ഞങ്ങളുടെ മകൾക്ക് നൽകിയ ഈ വലിയ സൗഖ്യത്തിന് ഞങ്ങളുടെ കുടുംബം നന്ദി അർപ്പിക്കുന്നു. പ്രിയരെ, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ മരിച്ചുപോയ ഒരു ദൈവമല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ നല്ല ദൈവത്തെ വീണ്ടും നമുക്ക് നന്ദിയോടെ ഗാനം ആലപിച്ച് അവിടത്തേക്ക് നന്ദി പറയാം. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി
ഈ കത്തെഴുതിയിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും മേരി ജെയ്സൺ എന്ന വ്യക്തിയാണ്. എൻ്റെ മകൾ റോസ്ലിൻ, ഭർത്താവ് ജോ, ഇവരുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷമായി. മക്കളുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ എല്ലാവിധ ആധുനിക ചികിത്സകളും ചെയ്തിട്ടും ഫലമുണ്ടായില്ല. ശാലോമിൽ പതിവായി വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കാറുണ്ടായിരുന്നു. നൈറ്റ് വിജിലിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഒരു കുഞ്ഞിനെ തന്നാൽ ഇത് നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിനുശേഷം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചികിത്സിച്ചപ്പോൾ ഫലമുണ്ടാവുകയും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി. പ്രിയരെ, ഓർക്കുക, 12 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച ദമ്പതികൾക്ക് ദൈവം തൻ്റെ കരം നീട്ടിയപ്പോൾ അത്ഭുതകരമായ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി. ഓർക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം എന്നാളും കൂട്ടിനുണ്ടാവും. വിശ്വാസത്തോടെ കരങ്ങളടിച്ച് എല്ലാ മഹത്വവും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അവനെ നമുക്ക് ആരാധിക്കാം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ പേര് തോമസ്. തൊടുപുഴയിൽ നിന്നുമാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. 2016 മാർച്ച് മാസത്തിലെ നൈറ്റ് വിജിലിൻ്റെ തലേ ദിവസം എൻ്റെ മകളുടെ 9 മാസം പ്രായമായ കുട്ടി കരയുമ്പോൾ ശരീരം കറുത്ത നിറമാവുകയും കരയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തു. ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ തകരാറായിരുന്നു കാരണം. നൈറ്റ് വിജിലിൻ്റെ തലേന്ന് ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങൾ ഇവിടെ എത്തി. പിറ്റേന്നത്തെ നൈറ്റ് വിജിലിൽ ഞങ്ങൾ മകളെയും കൊണ്ട് കുടുംബസമേതം മുഴുവനായും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 3 വയസ്സെങ്കിലും തികയാതെ ഓപ്പറേഷൻ സാധ്യമല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. മാത്രമല്ല, ഡോക്ടറുടെ പരിശോധനയിൽ വാൽവിന് തകരാറുണ്ടെന്നും 5 വയസ്സുവരെ ശ്രദ്ധിക്കണമെന്നും മരുന്ന് മുടങ്ങാതെ കൊടുക്കണമെന്നും പറഞ്ഞു. ഇപ്പോൾ കുട്ടിക്ക് 3 വയസ്സായി. മരുന്നുണ്ട്. എങ്കിലും കരയുന്ന സമയത്ത് കറുപ്പ് നിറമോ ക്ഷീണമോ ഒന്നും തന്നെയില്ല. മിടുക്കനായിരിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ശാലോം കുടുംബത്തിനും 1000 നന്ദി. പ്രിയരെ, ഓർക്കുക, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വൈദ്യശാസ്ത്രം ഒരുപക്ഷെ അസാധ്യമെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിശ്വാസത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനനാ
നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും, നീ നിലവിളിച്ചാൽ ഇതാ ഞാൻ എന്നവിടുന്ന് മറുപടി നൽകും എന്ന വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് റീന. ഞാൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും നൈറ്റ് വിജിലിൽ കണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മകൾ ശ്രീഷ്മ ഗർഭിണിയായിരുന്ന അവസരത്തിൽ വന്ന ഇൻഫെക്ഷനും തലവേദനയും ഛർദിയും കാരണം ധാരാളം ഗുളികകൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാ മാസവും നൈറ്റ് വിജിൽ കണ്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു. കുഞ്ഞിന് യാതൊരു വിഷമവും കൂടാതെയും ഓപ്പറേഷൻ കൂടാതെയും പ്രസവം നടന്നാൽ നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിക്കുകയും നേർച്ച നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി മാർച്ച് 25-ന് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്കായി നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പ്രിയരെ, ഈ അത്ഭുത സാക്ഷ്യത്തെ ഓർത്ത് റീനയുടെ കുടുംബത്തോട് ചേർന്ന് നല്ലവനായ ദൈവത്തെ നമുക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ആരാധിക്കാം. സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ഇതാ ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ നല്ല ദൈവമേ നന്മ സ്വരൂപാ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ഇതാ ഞാൻ. നിന്നെ സ്നേഹിച്ചിടും ഇതാ ഞാൻ. നിന്നെ സ്നേഹിച്ചിടും ഇതാ ഞാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വേദനകൾ മറന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മധ്യസ്ഥ പ്രാർത്ഥന. നമുക്കതിനായി ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് ഇരുകരങ്ങളും ഒന്ന് തുറന്നു പിടിക്കുക. അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ടൊരുങ്ങാം. ശാലോം മിനിസ്ട്രിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഈ രാത്രിയിൽ നിന്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ, അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവായ ഈശോയെ, ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോമിന് നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോം ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശാലോം ടിവിയുടെ എല്ലാ പ്രോഗ്രാമുകളെയും അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. അതിനു പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും
അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ശാലോം ടിവിയെ സമ്പത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും താങ്ങി നിർത്തുന്ന എല്ലാ SPF അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോം ടിവിയുടെ എല്ലാ വിതരണക്കാരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോം മിനിസ്ട്രിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും അനുഗ്രഹിക്കണമേ. ശാലോം പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാ ഏജന്റുമാരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, വെബ് മിനിസ്ട്രിക്ക് വേണ്ടി, റേഡിയോ മിനിസ്ട്രിക്ക് വേണ്ടി, ശാന്തി വാഹിനി ശുശ്രൂഷയ്ക്ക് വേണ്ടി, യൂത്ത് മീറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ശാലോമിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും ലക്ഷോപലക്ഷം വൈദികരെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അഭിഷേകം ചെയ്യണമേ. കർത്താവായ ഈശോയെ, ലോകത്തിനു വേണ്ടി, എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളിലും നിന്ന് ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ നാടിനെയും ഈ ലോകം മുഴുവനെയും സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധനായ ദൈവത്തെ എല്ലാ മറന്നൊരിക്കൽ കൂടി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. കൃപയിറങ്ങട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ദൈവമേ, കരങ്ങൾ കൂപ്പി സൂര്യുഗനിൻ ശക്തി, ആത്മാവാം ദൈവമേ, സൂര്യുഗനിൻ ശക്തി.